ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതിയില്ല. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം പരിഗണിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കറുടെ നടപടി. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകിയിട്ടില്ല. പ്രതിപക്ഷം നിലവിൽ സഭ വിട്ടിറങ്ങിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? വേളയ്ക്ക് ശേഷമാണ് ശൂന്യവേളയിൽ ഈ വിഷയം ഉന്നയിച്ചത്, ഉപക്ഷേപമായി കൊണ്ടുവന്നത്. പ്രധാനമായും ശബരിമലയിൽ ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു കുറ്റം, ഒരു തട്ടിപ്പാണ് ഇതെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത്. അത് അതിനുശേഷം മറ്റൊരു നിലപാട് സ്പീക്കർ അറിയിച്ചത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. റൂൾ 52. ബിനോയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ നിയമസഭയിലേക്ക് പോകേണ്ടതുണ്ട്. നിയമസഭയിലേക്കാണ് തത്സമയം. ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 52 ക്ലോസ് 7 പ്രകാരം നോട്ടീസ് സ്വീകാര്യയോഗമല്ലെന്ന് അറിയിക്കുന്നു. ഓർഡർ യെസ് അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹം പറയട്ടെ എന്താണ്. യെസ് പ്ലീസ് അവിടെ ഇരിക്കാൻ പറ. LOP പറയട്ടെ. നോ LOP പറയട്ടെ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണ് സംസാരിക്കാൻ പറ്റൂ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ നിങ്ങളല്ല, അദ്ദേഹമാണ്. പറയട്ടെ. യെസ് സർ, ഇവിടെ നിരവധി പ്രീസിഡൻസ് ഇതുപോലെ സബ്ജുഡീസ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. പല സർക്കാരിന്റെ സമയത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രീസിഡൻസ് ഇവിടെയുണ്ട്. ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. ഹൈക്കോടതി വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയുകയും അവർ അന്വേഷണം ഉത്തരവിടുകയും ചെയ്ത കേസാണ്. അവിടെ ഒരു ക്ലോഷർ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന കേസാണ്. ഗൗരവതരമായി ശബരിമല പോലുള്ള സാർ, ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ സാർ. പറഞ്ഞ ഞാൻ എങ്ങനെ പറയണ എന്റെ ഒരു സെന്റൻസ് പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കാനല്ലോ. ഇതൊക്കെ റൈറ്റ് ആണ്. സ്പീക്കർ ഇത് നിഷേധിച്ചാൽ ലീഡർ ഓഫ് ഒപ്പോസിഷന്റെ റൈറ്റ് ആണ്. എന്റെ ഒരു സെന്റൻസ് പോലും പറയുന്നതിനും എല്ലാ വാക്കിനും എസ് പറഞ്ഞ ഞാൻ എങ്ങനെ പറയും? അപ്പൊ ഇത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു വിഷയമാണ്. ശബരിമലയിൽ നിന്നും 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ, ഉദ്യോഗസ്ഥർ അറിയാതെ അടിച്ചു മാറ്റിയൊരു വിഷയമാണ്. ശബരിമല ഭക്തരെ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ. ഈ വിഷയം വളരെ ക്ലിയർ കട്ടായി പറഞ്ഞു. ഇത് ഫ്ലോറിനകത്ത് സബ്ജുഡീസ് ആണ്. 52 ക്ലോസ് 7 പ്രകാരം പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് നിങ്ങൾ പ്രസിഡൻസ് പറഞ്ഞിട്ടുണ്ടാവും. Who will bell the cat എന്ന് പറഞ്ഞ പോലെ someone has to bell the cat. ഇവിടെ ഈ ചെയർ ബെൽ കാറ്റിന് പൂച്ചക്ക് മണി കെട്ടുകയാണ്. ഇനി പ്രസിഡന്റ് അനുവദിക്കുന്നല്ല. ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ്. ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു. പാർലമെന്ററി മിനിസ്റ്റർ അങ്ങ് ഇവിടെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ചട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിൻ്റെ ക്ഷീണം തീർക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തവണ ഈ അനുവദിക്കാനാവില്ല, സബ്സിഡീസ് ആണ് എന്നറിഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നിരിക്കേണ്ടി വന്നാലോ എന്ന് ഭയന്നിട്ടാണ് സാർ. ഇത് വളരെ വ്യക്തമാണ്. കേരള നിയമസഭയുടെ ചട്ടത്തിലുണ്ട്, പാർലമെന്റിന്റെ ചട്ടത്തിലുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമനിർമ്മാണ സഭകൾ പൊതുവിൽ പാലിച്ചു പോരുന്നൊരു കാര്യമാണ് സബ്ജുഡീസായി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത്. സർ, ഈ സെപ്റ്റംബർ 17-ാം തീയതിയിലെ ഉത്തരവിൽ 3 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. എന്നിട്ട് ഇത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യട്ടെ. മിനിസ്റ്റർ പറഞ്ഞോട്ടെ. നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യേണ്ട കാര്യം മിനിസ്റ്റർ പറയട്ടെ. എന്നിട്ടും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അനുവദിക്കില്ല ചെയർ എന്ന് അറിഞ്ഞിട്ടും കൊണ്ടുവന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കറിവും മൂലമാണ്.
സർ, ഇവരാദ്യം RSSുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം തടയും എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി നടത്താമെന്ന് പറഞ്ഞു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി കയ്യോടെ തന്നെ ഹർജി തള്ളി. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതെ, സാധാരണ നമ്മൾ പറയും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും. ഇവിടെ കോടതിയിൽ തോറ്റതിന് ചെയറിനോടും സഭയോടുമാണ് ഇപ്പൊ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, അനുവദിക്കാനാവില്ല എന്നുള്ളത് അത്തരമൊരു ചട്ടങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കത്തിന് മുകളിലാണ് ചട്ടം. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ ഇതുള്ളത്, അത് ക്ലോസ് ചെയ്തു എന്നാ പറഞ്ഞത്. ക്ലോസ് ചെയ്തിട്ടില്ല, വീണ്ടും ഡേറ്റ് ഉൾപ്പെടെ വെച്ചിട്ടാണ് കേസ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങ് 30-ാം തീയതിക്ക് വീണ്ടും കേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയം അത് അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയാകരുത് എന്നുള്ള ചട്ടം വളരെ പ്രസക്തമാണ്. ബഹുമാനായ പാർലമെന്ററി കാര്യ ഉപമന്ത്രി പറഞ്ഞതുപോലെ ഇന്ന് എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഒരു ചർച്ച അനുവദിച്ചാൽ ഇന്നലത്തേക്കാളും മിനിഞ്ഞാന്നത്തേക്കാളും കൂടുതൽ പരിഹാസ്യമായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളൊരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് കണ്ടാൽ മതി. കേരളത്തിലെ വിശ്വാസ സമൂഹം കേരളത്തിലെ വിശ്വാസ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പിന്റെയും എല്ലാം സഹായത്തോടു കൂടി ആഗോള അയ്യപ്പ സംഗമം മഹാസംഗമം നടത്താൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ്. അപ്പൊ അതിലിപ്പോൾ എങ്ങനെയെങ്കിലും പങ്കെടുക്കാതെ പോകുമ്പോൾ ഒരു ജാള്യം എങ്ങനെ മറയ്ക്കണം എന്ന ശ്രമം ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് അങ്ങേയറ്റം തെറ്റാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി സർ, ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പാർലമെന്ററി കാര്യമന്ത്രിയും നിയമമന്ത്രിയും സൂചിപ്പിച്ചു. ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ഭംഗിയായി ഫലപ്രദമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന എല്ലാ ഹർജികളും തള്ളി ഇതുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നു. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന് മങ്ങലേൽപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിൻ്റെ പിന്നിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കോടതി ഈ വിഷയം പരിഗണിക്കും. 2019 വിഷയമാണ്, ഇപ്പോഴത്തെ വിഷയമല്ല. 2019 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊരു പരിശോധന നടത്താൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം വിജിലൻസ് ഓഫീസർക്ക് ഉത്തരവ് നൽകി. 30-ാം തീയതി വീണ്ടും ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം നടപടികൾ വന്ന ഒരു കേസിൽ ഇതെടുത്തു കഴിഞ്ഞാൽ സബ്ജുഡീസ് ആവുന്ന അങ്ങയുടെ റൂളിംഗ് ഇവിടെ സൂചിപ്പിച്ച പോലെ റൂൾ 52 അനുസരിച്ച് വളരെ ശരിയാണ്. അതിനെ സ്വാഗതിച്ചു. ശ്രീ മാത്യു ടി ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ മാത്യു ടി തോമസ്, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ ഉപമന്ത്രി. ഞാനൊരു വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് കഴിഞ്ഞ ഓണക്കാലവുമായി ബന്ധപ്പെട്ടുള്ള പറവൂരിലെ ഔട്ട്ലെറ്റിലെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നടത്തിയ പ്രസംഗം അദ്ദേഹം അവിടെ സംസാരിച്ചതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ അവതരിപ്പിച്ചത്, ഇതിൻ്റെ കൂടെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഇന്നലെ പറഞ്ഞതെന്താ? സഭയ്ക്ക് നിരക്കാത്ത വാക്കാണ്, പച്ച കള്ളമാണ് മന്ത്രി പറഞ്ഞതെന്നാണ് ഇന്നലെ പറഞ്ഞത്. അദ്ദേഹം വിളക്ക് കൊളുത്തി തിരിച്ചു പോവുകയല്ലാതെ വേറെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായി അതിൻ്റെ വീഡിയോ, അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഈ സഭയിൽ ഹാജരാക്കാൻ തയ്യാറാണ്. അത് രേഖയിൽ ഉണ്ടാകാൻ പരിശോധിച്ചുകൊണ്ട് ചെയ്യാം. ശ്രീ മാത്യു ടി തോമസ്, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സ്പീക്കർ സാർ, വർഷങ്ങൾക്ക് മുമ്പ് പ്ലാസ്റ്റിക് ഗ്ലാസുകൾ നിരോധിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. വലിയ ആഘോഷത്തോടു കൂടിയാണ് നമ്മൾ ആ തീരുമാനത്തെ അന്ന് സ്വീകരിച്ചത്. സാറ്, ശബരിമലയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിരോധിച്ചുകൊണ്ട് നേരത്തെ തന്നെ കോടതി ഉത്തരവുകൾ വന്നതനുസരിച്ച് ഇപ്പോൾ അവിടെ മറ്റ് സംവിധാനങ്ങളാണ് രൂപപ്പെടുത്തിയത്. സാർ, എന്നാൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഇന്നും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നാട്ടിൻപുറത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സാർ, ന്യൂയോർക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഗവേഷകർ കണ്ടെത്തിയത് കുപ്പിവെള്ളത്തിൽ പോലും പ്ലാസ്റ്റിക് തരികൾ ഉണ്ടാവും. അത് അപകടകരമാണ്. നമ്മുടെ വിഷയം അതല്ല സാർ, ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. സാർ, പ്ലാസ്റ്റിക് കപ്പുകൾക്ക് പകരം ഇന്ന് ഉപയോഗിക്കുന്ന പേപ്പർ കപ്പുകൾ അതുപോലെ തന്നെയോ അതിനേക്കാൾ ഏറെയോ അപകടങ്ങൾ വരുത്തി വെക്കുന്നു എന്നത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. സാർ, വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പേപ്പർ കപ്പുകൾ വരുത്തി വെക്കുന്നുണ്ട്. പേപ്പർ കപ്പുകൾ ഡ്യൂറബിൾ ആക്കാൻ വേണ്ടി, വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയും അതിനെ രാസപദാർത്ഥങ്ങൾ കൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണ്.
സാർ, ചൂട് ദ്രാവകങ്ങൾ ഈ പേപ്പർ കപ്പിലേക്ക് ഒഴിച്ചാൽ അവയിലേക്ക് മൈക്രോ പ്ലാസ്റ്റിക്സ്, കനലോഹങ്ങൾ അടക്കം പുറപ്പെടുവിച്ച് ഇവ പാനീയത്തിൽ കലരുന്നതിന് സാധ്യത വളരെയാണ്. സാർ, അയോൺസ്, ജൈവ മിശ്രിതങ്ങൾ, ക്രോമിയം, പലാഡിയം, കാഡ്മിയം തുടങ്ങിയ കനലോഹങ്ങൾ തുടർച്ചയായി മനുഷ്യ ശരീരത്തിലേക്ക് കടന്നിരുന്നത് വളരെ ഗുരുതരമായ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. ക്യാൻസർ, വന്ധ്യത, ഗർഭാശയ രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങളാണ് ഇതുമൂലം സംഭവിക്കുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് പേപ്പർ ഗ്ലാസുകൾ നിരോധിക്കാൻ കഴിയുമെങ്കിൽ നല്ലത്. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ചൂട് ഭക്ഷ്യപദാർത്ഥങ്ങൾ, ചൂട് ദ്രാവകങ്ങൾ പേപ്പർ ഗ്ലാസുകളിൽ വിളമ്പുന്നത് കർശനമായി നിരോധിക്കുവാൻ സർക്കാർ തയ്യാറാവണം എന്നതാണ് എൻ്റെ ആദ്യത്തെ ആവശ്യം. സാർ, നിരവധിയായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. പേപ്പർ കപ്പുകൾ മണ്ണിൽ ഇഴുകിച്ചേരുവാൻ പ്രമേയത്തിന് ചർച്ചയ്ക്ക് അനുമതിയില്ലാത്തതിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധമാണ് സഭയിൽ ഉണ്ടായിരുന്നത്. അടിയന്തര പ്രമേയ ചർച്ച അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് സ്പീക്കർ അടക്കം അറിയിച്ചിരിക്കുന്നത്. കോടതിയിൽ പരിഗണനയിലുള്ള ഒരു വിഷയം അടിയന്തര പ്രമേയമായി അല്ലെങ്കിൽ സഭയിൽ ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്നാണ് സ്പീക്കർ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഭരണപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആഗോള അയ്യപ്പ സംഗമം നാളെ അതീവ ഗംഭീരമായി നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഇത്തരത്തിലൊരു വിഷയം സഭയിലേക്ക് അടിയന്തര പ്രമേയത്തിന് കൊണ്ടുവന്നത്. ആ ഒരു കാര്യം കളങ്കപ്പെടുത്താൻ കഴിയാത്തതിൽ പോയ പ്രതിഷേധത്തിലാണ് എന്നടക്കമാണ് ഭരണകക്ഷി അംഗങ്ങൾ ആരോപിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയം നോട്ടീസ് ചർച്ചയ്ക്ക് എടുക്കില്ല എന്നുള്ള ഒരു കാര്യത്തിനാൽ സഭയിൽ പ്രതിപക്ഷം സഭ വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്നു. നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ. സഭാ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം സഭയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞിരിക്കുന്നു. റൂൾ 52, അതായത് നിയമസഭയ്ക്കകത്ത് നിയമസഭാ തലത്തിൽ നിയമസംഹിതയിൽ എഴുതിയിരിക്കുന്ന റൂൾ 52 അനുസരിച്ചാണ് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് ഉള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത്, അവതരിപ്പിക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇത് അനുമതി നിഷേധിക്കാൻ പറയുന്ന കാര്യം, ഇത് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. ആ വിഷയം ഇപ്പോൾ യാതൊരു കാരണവശാലും സഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ല. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഹർജി വാദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുള്ളതിനാൽ ഇത് സബ്ജുഡീസ് ആവും, അല്ലെങ്കിൽ അത് കോടതി നിയമലംഘനമായി പോകും. അതുകൊണ്ട് തന്നെ ഇത് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞായിരുന്നു സ്പീക്കർ അനുമതി നിഷേധിച്ചത്. ഇതേ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ അല്പസമയം ഒന്ന് ബഹളം വെച്ചു. അതിനുശേഷം വോക്കൌട്ട് നടത്തി. ഇതിൽ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും പറഞ്ഞത് ശബരിമലയിൽ നടന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പാണ്. 42 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നത് 38 കിലോയായി കുറഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഒപ്പം 2 പീഠങ്ങൾ കാണാതായിരിക്കുന്നു. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു വെട്ടിപ്പ് നടന്നിട്ട് അത് ചർച്ച ചെയ്യുവാൻ സ്പീക്കർ അനുമതി നൽകാത്തത് പ്രതിഷേധം അറിയിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ തൊട്ടു പിന്നാലെ മന്ത്രി MP രാജേഷും ഒപ്പം മന്ത്രി P രാജീവും FN വാസവൻ 3 മന്ത്രിമാരും ഇതിന് മറുപടിയുമായി എത്തി. 3 പേരും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ശബരിമല കേന്ദ്രീകരിച്ച് ആഗോള അയ്യപ്പ സംഘം വലിയ രീതിയിൽ നടത്താൻ പോകുന്ന ഒരു സാഹചര്യം, ആ സമയത്ത് ഇത്തരത്തിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്ന തന്നെ സഭ നടപടികൾ ചേരുന്നതല്ല. ഒപ്പം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അത് അട്ടിമറിക്കാനൊരു നീക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്ന തരത്തിലേക്ക് മന്ത്രിമാരും ആരോപണം ഉന്നയിച്ചു. നിലവിൽ സഭ വിട്ട് പുറത്തുപോയ പ്രതിപക്ഷ അംഗങ്ങൾ മടങ്ങിയെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. ശരി, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാതിരിക്കുന്നത്. ചർച്ച അടക്കം നടക്കില്ല എന്ന കാര്യമാണ് സ്പീക്കർ അറിയിച്ചിരിക്കുന്നത്. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് ചർച്ച അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ വരുന്നത്. അതിനുശേഷം പ്രതിപക്ഷം ഇറങ്ങിപ്പോയെങ്കിലും ഇപ്പോൾ നിയമസഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.